ഇനി നമുക്ക് വൈറൽ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റും കാണാൻ നല്ല മുഞ്ചും ഉണ്ടാക്കാം. വളരെ സിമ്പിളാട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പുഴുങ്ങിയ മുട്ട 2 വേണം. അത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. അത് സ്ലൈസ് ചെയ്തതിന് ശേഷം ഞാൻ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ പിസ്സ സോസ് ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിസ്സ സോസ് ഇല്ലെങ്കിൽ ഷെസ്വാൻ സോസ് എടുക്കാം. അതും ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്ലൈസ്ഡ് ചീസ് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ 4 ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ മഞ്ഞക്കരു ഉള്ളതാട്ടോ കാണാനൊന്നുകൂടെ ഭംഗിയുണ്ടാവുക. മഞ്ഞക്കരു മറ്റേതിനില്ലാത്തതുകൊണ്ട് ഒന്നിൽ ഞാൻ അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടെ ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടെ വരുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു പാൻ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു 3 സ്ലൈസ് ബ്രെഡും ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുക്കാം. ചെറിയ തീയിലിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ 3 വെച്ച് കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് വേണം ചീസ് മെൽറ്റ് ആവുകയോളം ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് സെർവ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ 4 ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 4 പീസായിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും, വെറൈറ്റിയുമാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.